നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഉന്മേഷ് ശിവരാമൻ. നമ്മൾ ആദ്യം ഇന്ന് പോകുന്നത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാർത്തകളിലേക്കാണ്. അവസാന ലാപ്പിൽ പ്രചാരണം കൊഴുപ്പിച്ച് ദേശീയ നേതാക്കൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഹൈ വോൾട്ടേജിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസും മാസപ്പടി ആരോപണവും ആയുധമാക്കിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ കേന്ദ്രം ഏതറ്റം വരെ പോകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. LDFും UDFും കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ടടിക്കുകയാണ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക് അത്. LDFിനെയും UDFിനെയും കടന്നാക്രമിച്ചാണ് ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്ത് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. കരുവന്നൂർ തന്നെയായിരുന്നു മുഖ്യ ആയുധം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM പാവങ്ങളെ പറ്റിച്ചെന്ന വിമർശനം. उस बैंक को CPM के लोगों ने पूरी तरह लूटकर कंगाल कर दिया. यहां CPM के मुख्यमंत्री 3 साल से लगातार झूठ बोल रहे हैं. UDFിനും LDFിനും അഴിമതിയിലാണ് താൽപര്യമെന്നും മോദി വിമർശിച്ചു. തൃശൂർ, ആലത്തൂർ, കൊല്ലം, മലപ്പുറം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ച മോദി കാട്ടാക്കടയിലേക്ക് തിരിച്ചു. ചൂണ്ടുപല മുതൽ കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ വേദിയിലേക്ക് റോഡ് ഷോയായാണ് മോദി എത്തിയത്. കുന്നംകുളത്തേതുപോലെ കാട്ടാക്കടയിലും മലയാളത്തിൽ പ്രസംഗിച്ചു തുടങ്ങി. പിന്നീട് രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം. മാസപ്പടി കേസ് പുറം ലോകമറിഞ്ഞതിന് കാരണം കേന്ദ്ര സർക്കാർ എന്ന നരേന്ദ്രമോദി പറഞ്ഞു. कोचिन मिनरल्स रुटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है. UDFും LDFും ശത്രുക്കളെ പോലെ അഭിനയിക്കുകയാണെന്നും ഇരുകൂട്ടരും കേരളത്തെ അഴിമതിയുടെ കൂടാരമാക്കുകയാണെന്നും മോദി വിമർശിച്ചു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം സ്ഥാനാർത്ഥികൾക്കൊപ്പം വയനാട് സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ K. സുരേന്ദ്രനും വേദിയിലുണ്ടായിരുന്നു. ചലച്ചിത്ര നടി ശോഭനയും പ്രചാരണ പരിപാടിക്കെത്തി. ഈ വർഷം ജനുവരിക്ക് ശേഷം ഇതേഴാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ള BJPയുടെ ലക്ഷ്യം മോദിയുടെ സന്ദർശനങ്ങളിലൂടെ സാധ്യമാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അലക്സ് റാം മുഹമ്മദ്, ടീം 24. കേരളത്തിൽ പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച് ഇടത് നേതാക്കൾ. കരുവന്നൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തി. കരുവന്നൂർ വിഷയം പ്രധാനമന്ത്രി ഉയർത്തിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. പ്രധാനമന്ത്രിയെ തന്നെ കേരളത്തിലെത്തിച്ച കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് BJP സജീവ രാഷ്ട്രീയ ചർച്ചയാക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയെ ഇറക്കിയുള്ള LDFിന്റെ പൊളിറ്റിക്കൽ സ്ട്രൈക്ക്. മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകി പ്രതിരോധം തീർത്തു. കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ അവിടെ ഉണ്ടായ ക്രമവിരുദ്ധമായ നടപടികൾ അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ സഹകരണ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. 2020 ഒക്ടോബറിൽ അതിന്റെ മറുപടി ലഭിച്ചു. അതിന് ക്രമവിരുദ്ധമായിട്ടുണ്ട് എന്ന് വ്യക്തമായി. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിൽ 100 കോടിയിലധികം രൂപയുടെ സ്വത്തുണ്ടെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം കടന്ന കൈയെന്ന് മുഖ്യമന്ത്രി. കാട്ടാക്കട എത്തിയപ്പോൾ കാട്ടാക്കടയിൽ പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിക്ക് 100 കോടി രൂപയിലധികം സ്വത്തുണ്ട് എന്ന് അവിടെ പറയുകയില്ല. എന്തൊരു പരിഹാസ്യമായ നിലയാണെന്ന്. MM വർഗീസ് ശതകോടീശ്വരനായി എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നാട്ടിൽ വിലപോകുന്നതാണോ? ബാങ്കിനെ പുനരുജ്ജീവിപ്പിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ല. ദുരിതകാലത്ത് പോലും സംസ്ഥാനത്തെ സഹായിക്കാത്ത പ്രധാനമന്ത്രിയാണ്
ഇപ്പോൾ പുതിയ വാഗ്ദാനവുമായി എത്തുന്നതെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. വിഭാഗീയതയുണ്ടാക്കിയാണ് പ്രധാനമന്ത്രി പ്രചാരണം നടത്തുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി. The main leader of the ruling party and the Prime Minister of the country attacks the opposition saying you are against a religious deity, you are against the temple, and that means they are rousing religious feelings or passions against the opposition parties. മോദിയുടേത് തട്ടിപ്പ് ഗ്യാരണ്ടിയാണെന്നും കേരളത്തിൽ ഇടയ്ക്കിടെ വരുന്ന പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകാത്തത് എന്തുകൊണ്ടാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചോദിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ആലപ്പുഴ വളഞ്ഞവഴി ബീച്ചിൽ LDF UDF സംഘർഷം. UDF സംഘടിപ്പിച്ച നാടകം CPIM നേതാക്കളെ അവഹേളിക്കുന്നു എന്നാരോപിച്ചായിരുന്നു കയ്യാങ്കളി. പോലീസ് ലാത്തി വീശിയാണ് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചത്. മനീഷ് മഹിബാൽ ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനീഷ്, സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമാണല്ലോ അല്ലേ? ഉന്മേഷം, ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. ഒരു പൂർണ്ണ തോതിൽ സംഘർഷത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അമ്പലപ്പുഴ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. അമ്പലപ്പുഴ പോലീസും പുന്നപ്ര പോലീസും ചേർന്നാണ് പ്രതിഷേധക്കാർക്കെതിരെ ലാത്തി വീശിയതോടുകൂടിയാണ് പ്രതിഷേധക്കാർ മാറിയത്. ഈ സംഭവം ഉണ്ടായത് ഇന്ന് രാത്രി 8 മണിയോടുകൂടിയാണ്. ഇന്നലെയും വളഞ്ഞ വഴിയിൽ UDF പ്രവർത്തകർ ഒരു നാടകം സംഘടിപ്പിച്ചിരുന്നു. പക്ഷെ നാടകത്തിലുടനീളം അത് CPIM നേതാക്കളെ ആക്ഷേപിക്കുന്നതാണ്, അവഹേളിക്കുന്നതാണെന്ന് ആരോപിച്ച് ഇന്നലെ തന്നെ അവിടെ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. പോലീസ് എത്തി നാടകം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. അത് LDF പ്രവർത്തകർ, CPM പ്രവർത്തകർ അലങ്കോലപ്പെടുത്തിയെന്നാണ് UDF പ്രവർത്തകർ ആരോപിച്ചത്. പക്ഷെ ഇന്നും അതേ സ്ഥലത്ത് തന്നെ പോലീസിന്റെ സുരക്ഷയിൽ നാടകം അവതരിപ്പിച്ചു. ആ സമയത്താണ് LDFന്റെ പ്രവർത്തകർ, അതായത് CPIM പ്രവർത്തകർ അങ്ങോട്ടേക്ക് ഇരച്ചു കയറി എന്നാണ് UDF പ്രവർത്തകർ ആരോപിക്കുന്നത്. ഈ നാടകത്തിൽ അതേ രീതിയിൽ തന്നെ നാടകം CPM നേതാക്കളെ അവഹേളിക്കുന്നതാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു. പിന്നീട് അവിടെ നടന്നത് UDF LDF പ്രവർത്തകർ തമ്മിൽ പോർവിളി നടത്തി. ഇരു കൂട്ടരും തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റവും കയ്യാങ്കളിയിൽ എത്തി. അതൊരു പൂർണ്ണ തോതിൽ സംഘർഷത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് അവിടെ പ്രതിഷേധക്കാരെ മാറ്റി. ഇപ്പോൾ കനത്ത പോലീസ് സുരക്ഷയിൽ കാവലിൽ നാടകം തുടരുകയാണ്. ഉന്മേഷ്, ശരി. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. നരേന്ദ്രമോദിയെയും RSSനെയും കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. RSSന്റെയും കോൺഗ്രസിന്റെയും ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കോഴിക്കോട് കടപ്പുറത്തെ മഹാറാലിയിലും കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടികൾ ഒഴിവാക്കി. താളൂർ നീലഗിരി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ മാർഗമാണ് രാഹുൽ ഗാന്ധി എത്തിയത്. കോളേജ് വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്ത അദ്ദേഹം തോട്ടം തൊഴിലാളികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇതിനുശേഷം റോഡ് മാർഗം ബത്തേരിയിലേക്ക്, തുടർന്ന് റോഡ് ഷോ. ഒരു രാജ്യം ഒരു നേതാവ് എന്ന രീതി ജനതയെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് രാഹുൽ ഗാന്ധി. ബ്രിട്ടീഷുകാരിൽ നിന്നും രാജ്യം സ്വാതന്ത്ര്യം നേടിയത് RSSന്റെ കീഴ്പ്പടിയിലാകാനല്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. We did not get freedom from the British to be colonized by the ideology of the RSS. We want India to be ruled by all her people. വന്യജീവി മനുഷ്യ സംഘർഷവും വയനാടിന്റെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും യാത്രാ ദുരിതവും പ്രസംഗത്തിൽ പരാമർശമായി. മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉദാസീനത എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. I understand man-animal conflict is a complex issue, but medical college is a silly issue to resolve. ബത്തേരിക്ക് ശേഷം പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും വെള്ളമുണ്ടയിലും പടിഞ്ഞാറത്തറയിലും രാഹുൽ ഗാന്ധി റോഡ് ഷോകളിൽ പങ്കെടുത്തു. മാനന്തവാടി ബിഷപ്പ് ഹൌസിലെത്തിയ അദ്ദേഹം ബിഷപ്പുമാരായ ജോസ് പൊരുന്നേടം, വർഗീസ് ചക്കാലക്കൽ, സഹായമെത്രാൻ അലക്സ് താരാമംഗലം തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തി. വയനാടിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന നിവേദനം സഭാ നേതൃത്വം രാഹുൽ ഗാന്ധിക്ക് സമർപ്പിച്ചു. മാനന്തവാടി അമലോത്ഭവ മാതാ ദേവാലയത്തിലും രാഹുൽ ഗാന്ധി എത്തി. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി പ്രചാരണത്തിനെത്തും. കൂടുതൽ മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയെ എത്തിച്ച് നേട്ടമുണ്ടാക്കാനാണ് UDF ശ്രമം. P24 വയനാട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ED നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി. BJP ഭരണഘടന തകർക്കുമ്പോൾ പിണറായി വിജയൻ തനിക്കെതിരെ മാത്രം പറയുന്നു. ഇടയ്ക്കെങ്കിലും നരേന്ദ്രമോദിക്കെതിരെ പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി. കോഴിക്കോട് കടപ്പുറത്ത് UDFന്റെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. My question is, why is the BJP not attacking the Chief Minister of Kerala? Why are they not taking away his house, taking away his chief ministership, putting court cases on him, getting him interrogated by the ED?
കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ തോൽവി ഭയന്നാണെന്ന് കുറ്റപ്പെടുത്തിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ദക്ഷിണേന്ത്യയിൽ BJP സീറ്റ് നില വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. 6 പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ഭരണത്തിന് ആകെ നൽകാൻ സാധിച്ചതിന്റെ പല മടങ്ങ് നേട്ടം 10 വർഷം കൊണ്ട് രാജ്യത്തിന് സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. पैरामीटर आपको कांग्रेस के मॉडल से एक ऐसा मॉडल नजर आ रहा है कि हाँ, इस रास्ते पर हम चलेंगे इतनी गति से, और गति और बढ़ानी है मुझे अगले टर्म में, गति भी बढ़ानी है और स्केल भी बढ़ाना है. രാഷ്ട്രീയ പാർട്ടികളിലെ കള്ളപ്പണം തടയാനാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൊണ്ടുവന്നത്. അതിന്റെ ഗുണദോഷങ്ങൾ രാജ്യം ചർച്ച ചെയ്യട്ടെ എന്നും മോദി. ये तो इलेक्ट्रल बॉन्ड की सक्सेस स्टोरी है कि इलेक्टोरल बॉन्ड थे तो आपको ट्रेल मिल रहा है मनी का कि किस कंपनी ने दिया, कैसे दिया, कहाँ दिया. अब उसमें अच्छा हुआ बुरा हुआ वो विवाद का विषय हो सकता है. തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ വലിയ നേട്ടം BJP ഉണ്ടാക്കും. കേന്ദ്ര ഏജൻസികളെ BJP രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നില്ലെന്നും മോദി അവകാശപ്പെട്ടു. एक भी कानून मेरी सरकार ने नहीं बनाया, चाहे ED हो, CBI हो, चाहे इलेक्शन कमीशन. कितने ऑपोजिशन लीडर जेल में है, कोई मुझे बताए. और क्या यही ऑपोजिशन लीडर उनके सरकार चलाते थे या जेल का डर है? അയോധ്യ രാമക്ഷേത്രം രാഷ്ട്രീയവൽക്കരിച്ചത് കോൺഗ്രസ് ആണ്. ഏതെങ്കിലും ഒരു സംസ്കാരത്തെയോ ഭാഷയെയോ വേഷത്തെയോ ഭക്ഷണത്തെയോ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. BJPക്ക് ഭരണ തുടർച്ച ലഭിക്കുന്നതിൽ ആർക്കും സംശയം വേണ്ടെന്നും പ്രധാനമന്ത്രി പ്രതീക്ഷ പങ്കുവച്ചു. രാധാകൃഷ്ണൻ, 24, ഡൽഹി. തിരുവനന്തപുരം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് ദേശീയ വിഷയങ്ങൾ. 24ന്റെ ജനകീയ ചർച്ചാവേദിയായ ഇവിടെ രാഷ്ട്രീയം പറയാം തലസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. മണിപ്പൂർ വിഷയവും CAAയും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ചൂടേറിയ ചർച്ചയായി. നമസ്കാരം. 24ന്റെ ലൈവ് ഇലക്ഷൻ ഡിബേറ്റ് ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്നെത്തിയിരിക്കുന്നത് ഒരു സ്റ്റാർ മണ്ഡലത്തിലാണ്, തിരുവനന്തപുരം മണ്ഡലത്തിൽ. സംസ്ഥാനത്തെ വാശിയേറിയ ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലെ ജനകീയ ചർച്ചയിലും അതേ വീറും വാശിയും. വിഴിഞ്ഞം തുറമുഖത്തിൽ അവകാശവാദം ഉന്നയിച്ച് 3 മുന്നണികളും. ആ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥ ഇന്ത്യയുടെ നേർചിത്രവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്തതാണ്. പിന്നീട് വന്ന MPമാരുടെ കാലഘട്ടത്തിൽ ഒന്നും നടന്നിട്ടില്ല. ഇതിലൊന്നും തന്നെ ശശി തരൂരിന്റെ ഒരു കയ്യൊപ്പില്ല. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയെ ചൊല്ലിയും തർക്കം. ആശുപത്രിയിൽ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് UDF പ്രതിനിധി RV രാജേഷ്. മരുന്നുകളുണ്ടെന്ന്, പക്ഷെ അവിടെ പോകുന്ന ആളുകൾക്ക് മരുന്നും ഡോക്ടർമാരും ഇല്ലാത്ത അവസ്ഥയാണ് ആശുപത്രിയിൽ. ഈ ആശുപത്രികളെ മുഴുവൻ തകർത്തത് ഈ ഭരണത്തിന്റെ കാലഘട്ടത്തിലാണ്. സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായി ആശുപത്രിയെ മാറ്റിയെന്ന് LDF പ്രതിനിധി DK സുരേഷ് കുമാർ. ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും പ്രതിദിനം വരുന്ന രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ പൊതു ആശുപത്രികൾ, ധർമാശുപത്രികൾ താഴിട്ട് പൂട്ടിപ്പോയ സ്ഥലത്ത് നിന്നാണ് ഈ വികസന പ്രവർത്തനം സാധ്യമാക്കുന്നത്. പെട്രോൾ വിലവർധനവും ചർച്ചയായി. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞതായി തെളിയിക്കാൻ NDA പ്രതിനിധി വെങ്ങാനൂർ ഗോപകുമാറിന്റെ വെല്ലുവിളി. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലിപ്പ് ഒന്ന് കാണിക്കേ. തിരുവനന്തപുരത്തിനായി കേന്ദ്രമന്ത്രി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ എന്തു ചെയ്തു എന്ന ചോദ്യം ഉയർന്നു. കോൺഗ്രസ് നേതാക്കളുടെ BJPയിലേക്കുള്ള ഒഴുക്കും ചർച്ചയായി. മാസപ്പടി വിവാദവും സിദ്ധാർത്ഥന്റെ മരണവും LDFനെതിരെ ഉന്നയിച്ചു. 24 തിരുവനന്തപുരം. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. മുതലയുടെ ആക്രമണത്തിൽ പരിക്കേറ്റുന്നൊരു വാർത്ത. വാൽപ്പാറയിൽ 17കാരനാണ് മുതലയുടെ കടിയേറ്റ് സൂരജ് സജി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനെ നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരും. ദയാധനം നൽകാൻ തയ്യാറാണെന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കുടുംബം സൗദി കോടതി അറിയിച്ചു. മോചനത്തിനുള്ള ഹർജി സൗദി കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസിൽ വാദം കേൾക്കാനുള്ള തീയതി പിന്നീട് അറിയിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ജലീൽ കണ്ണമംഗലം ഇപ്പോൾ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും വിവരങ്ങൾ ചേരുന്നുണ്ട്. ജലീൽ, ഇനി എത്ര നാൾ കാത്തിരിക്കണം അബ്ദുൾ റഹീമിന്റെ മോചനത്തിന്? ജലീൽ. ഉന്മേഷ്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇന്ന് നടന്നത്. അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ, അതായത് അബ്ദുറഹീമിന് മാപ്പ് ലഭിക്കാൻ ആവശ്യപ്പെട്ട മോചനദ്രവ്യം നൽകാൻ തയ്യാറാണ് എന്ന് അബ്ദുറഹീമിന്റെ കുടുംബം കോടതിയെ ഇന്ന് അറിയിച്ചു. ഇത് സംബന്ധമായ ഹർജി സൗദി കോടതി സ്വീകരിച്ചതായി അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. അബ്ദുറഹീമിന്റെ അഭിഭാഷകൻ ഒസാമ അബ്ദുൽ ലത്തീഫ് അൽ അൻവർ വഴിയാണ് കോടതിയിൽ ഈ ഹർജി നൽകിയത്.
ഓൺലൈൻ കോടതിക്കാണ് അപേക്ഷ നൽകിയത്. ഹർജി പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ വാദം കേൾക്കാനുള്ള തീയതി ഇനി കോടതി അറിയിക്കും. കോടതി അറിയിക്കുന്നതനുസരിച്ച് കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ച കോടതിയിൽ നടക്കും. മോചനദ്രവ്യമായ 15 മില്യൺ റിയാൽ സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണ് എന്ന് മരിച്ച സൗദി ബാലന്റെ കുടുംബം കോടതിയെ അറിയിക്കും. തുടർന്ന് കോടതി അപ്പീലിന് സമയം അനുവദിക്കും. ആർക്കും അപ്പീൽ ഇല്ലെങ്കിൽ ഇക്കാര്യം ശിക്ഷ വിധിച്ച കോടതി സുപ്രീം കോടതിയെ അറിയിക്കും. സുപ്രീം കോടതിയുടെ അനുമതി ലഭിച്ചാൽ അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കും. ശേഷം അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. ഇതാണ് ഇനി ഉള്ള നടപടിക്രമങ്ങൾ. ശരി, ജലീൽ കണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരത്തിന് ആനകളും ആൾക്കൂട്ടവും തമ്മിലുള്ള ദൂരപരിധി 6 മീറ്ററാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നിരീക്ഷിക്കാൻ 3 അംഗ അഭിഭാഷക സംഘത്തെയും ഹൈക്കോടതി നിയോഗിച്ചു. തെച്ചിക്കോട്ട് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നതിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. തൃശൂർ പൂരത്തിന് ആനകളും പൊതുജനവും തമ്മിലുള്ള അകലപരിധി 50 മീറ്റർ എന്നതിൽ ഇളവ് വരുത്തിയെന്ന് വനം വകുപ്പ് ഇന്ന് കോടതിയെ അറിയിച്ചു. സുരക്ഷിതമായ അകലം പാലിക്കണമെന്നാണ് പുതിയ ഉത്തരവെന്നും സർക്കാർ വ്യക്തമാക്കി. എന്നാൽ 10 മീറ്ററെങ്കിലും അകലം അനിവാര്യമെന്നായിരുന്നു അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. എന്നാൽ 10 മീറ്റർ പരിധി അപ്രായോഗികമെന്ന് പാറമേക്കാവ് ദേവസ്വം അറിയിച്ചു. കുടമാറ്റം പോലുള്ള ചടങ്ങിന് ദൂരപരിധി പ്രശ്നമാകുമെന്നും വ്യക്തമാക്കി. തുടർന്നാണ് ആനകൾ നിൽക്കുന്നിടത്ത് നിന്ന് പാലിക്കേണ്ട ദൂരപരിധി 6 മീറ്ററാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ആനകൾ നിൽക്കുന്നിടത്ത് നിന്ന് 6 മീറ്ററിനുള്ളിൽ തീവെട്ടി പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. തീവെട്ടി ആചാരത്തിന്റെ ഭാഗമല്ലെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നിരീക്ഷിക്കാൻ 3 അംഗ അഭിഭാഷക സംഘത്തെയും ഹൈക്കോടതി നിയോഗിച്ചു. അതേസമയം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നതിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വിഷയത്തിൽ ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം. ഒരു ജീവൻ പോലും നഷ്ടപ്പെടാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഉത്തരവാദിത്തം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കണം. സാക്ഷ്യപത്രങ്ങൾ വിശ്വസിക്കാമെന്ന ഉറപ്പ് നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. നടിയാക്രമിച്ച കേസിൽ നടൻ ദിലീപ് വീണ്ടും ഹൈക്കോടതിയിൽ. മെമ്മറി കാർഡ് പരിശോധിച്ചതിന്റെ വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകുന്നതിന് എതിരെയാണ് ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. അതേസമയം നിർണായക തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതയുടെ സഹോദരൻ രംഗത്തെത്തി. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. താരപദവിയുള്ള പെൺകുട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. സാധാരണ പെൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്നും സഹോദരന്റെ ചോദ്യം. കൊച്ചിയിൽ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി റോഡിന് കുറുകെ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി. സ്കൂട്ടർ യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. കൊച്ചി വടതല സ്വദേശി മനോജ് ഉണ്ണിയാണ് മരിച്ചത്. അശാസ്ത്രീയമായ രീതിയിലാണ് കയർ കെട്ടിയിരുന്നതെന്ന് മനോജിന്റെ കുടുംബം ആരോപിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് SA റോഡിൽ നിന്ന് MG റോഡിലേക്കുള്ള ഗതാഗതം പോലീസ് വടം കെട്ടി നിയന്ത്രിച്ചത്. അമിതവേഗത്തിൽ ഇരുചക്ര വാഹനത്തിലെത്തിയ മനോജ് റോഡിന് കുറുകെ കെട്ടിയ കയർ കണ്ടില്ല. പോലീസിനെതിരെ മനോജിന്റെ കുടുംബം രംഗത്തെത്തി. അടയാളമില്ലാതെയാണ് കയർ കെട്ടിയിരുന്നതെന്ന് മനോജിന്റെ സഹോദരി. ഇന്നലെ പ്രൈം മിനിസ്റ്റർ വരുന്നതിന്റെ എന്തുകൊണ്ടും വടം കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വടം നമുക്ക് കാണുന്ന രീതിയിലും അല്ല കെട്ടിയിരിക്കുന്നത്, വടം മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അതിലേക്ക് ഒരു റിബണോ ആവട്ടെ താഴെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റിയോ ഒന്നൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടിച്ചുകൊണ്ടപ്പോൾ ഇവിടുത്തെ ഞരമ്പുകളാണെങ്കിലും ഇവിടുത്തെ ഒരു പോർഷൻ ആണെങ്കിലും ഫുള്ള് ഡാമേജ് ആയിരുന്നു. ബാക്ക് പോർഷൻ ആണെങ്കിലും ഡാമേജ് ആയിരുന്നു. നമുക്ക് സുരക്ഷയുടെ പേരിലാണെങ്കിലും അവരുടെ സുരക്ഷയാണ്, ജനങ്ങളുടെ സുരക്ഷയും അവരുടെ ഉത്തരവാദിത്തമാണ്. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മനോജ് സഞ്ചരിച്ച ബൈക്ക് അമിത വേഗതയിലായിരുന്നുവെന്നും സിറ്റി പോലീസ് കമ്മീഷണർ S ശ്യാം സുന്ദർ. നിർഭാഗ്യവശാൽ ഈ പോലീസുകാരുടെ വാർണിംഗ് അനുസരിക്കാതെ അല്ലെങ്കിൽ കേൾക്കാതെ ഈ വ്യക്തി അമിത വേഗത്തിൽ പോയി നിർഭാഗ്യവശാൽ ഈ കയറിൽ കുരുങ്ങി മരണം സംഭവിക്കുകയാണ്. കുടുംബത്തിന് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് MLA TJ വിനോദ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കഴുത്തിനേറ്റ ഗുരുതര മുറിവാണ് മരണകാരണം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പച്ചാളം ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24, കൊച്ചി. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. വാൽപ്പാറയിൽ 17-കാരന് മുതലയുടെ കടിയേറ്റു. മാനംപിള്ളിയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ അജയെയാണ് മുതല കടിച്ചത്. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സൂരജ് സജി തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ.
ഉമേഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വാൽപ്പാറയിൽ മാനമ്പള്ളി പുഴയിൽ കുളിക്കാൻ ഈ അജയ് എത്തുന്നത്. കുളിക്കുന്നതിനിടയിലാണ് ഈ മുതല അജയെ ആക്രമിക്കുന്നത്. ഇരു കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പിന്നീട് ഈ അജയുടെ കരച്ചിൽ കേട്ട് എത്തിയ പ്രദേശവാസികളാണ് പിന്നീട് ഈ അജയെ പുഴയിൽ നിന്ന് കരയിലേക്ക് കയറ്റുന്നത്. ആ സമയത്ത് കാൽപാദത്തിലടക്കം ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് അജയെ വാൽപ്പാറയിൽ തന്നെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകുകയായിരുന്നു. പക്ഷേ ഈ പരിക്ക് ഗുരുതരമായതോടെ ഈ പൊള്ളാച്ചിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ നിലവിൽ ഈ അജയെ പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അജയ് വാൽപ്പാറ ബേവർലി എസ്റ്റേറ്റിലെ സ്ഥിരതാമസക്കാരനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, സൂരജ് സജ്ജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് തിരികെ. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്ത EDക്ക് മുന്നിൽ ഹാജരായില്ല. ഇന്ന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. CMRL ഫിനാൻസ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ EDക്ക് മുന്നിൽ ഹാജരായി. K സുരേഷ് കുമാർ, IT മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരാണ് ഹാജരായത്. കേരളത്തിലെ ED കേസുകൾ വിശകലനം ചെയ്യാൻ കൊച്ചിയിൽ ഉന്നത ED ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് താൽക്കാലിക ആശ്വാസമില്ല. ED അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള ഹർജി നേരത്തെ പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ കക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഈ മാസം 29-ന് ഹർജി വീണ്ടും കേൾക്കും. കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി റൌസ് അവന്യൂ കോടതി ഈ മാസം 23 വരെ നീട്ടി. ഇതേ കേസിൽ BRS നേതാവ് K കവിതയെയും ഈ മാസം 23 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മധുര ഗുരുവായൂർ എക്സ്പ്രസിൽ യാത്രക്കാരന് പാമ്പ് കടിച്ചു. കോട്ടയം ഏറ്റുമാനൂരിൽ വെച്ചാണ് മധുര സ്വദേശിയായ യുവാവിന് പാമ്പ് കടിയേറ്റത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച യാത്രക്കാരന്റെ നില തൃപ്തികരമാണെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. ഇന്ന് രാവിലെ 9:30 മധുര ഗുരുവായൂർ എക്സ്പ്രസ് ഏറ്റുമാനൂരിലെത്തിയപ്പോഴാണ് സംഭവം. മധുര സ്വദേശി കാർത്തി പാമ്പ് കടിച്ചുവെന്ന് വിളിച്ചു പറയുകയായിരുന്നു. ഉടൻ യുവാവിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. കോട്ടയം സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിനിൽ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല. തുടർന്ന് യാത്രക്കാരെ മറ്റൊരു ബോഗിയിലേക്ക് മാറ്റി യാത്ര തുടർന്നു. പാമ്പ് ബോഗിക്കുള്ളിൽ കയറാൻ സാധ്യതയില്ലെന്നും എലി കടിച്ചതാകാനാണ് സാധ്യതയെന്നുമാണ് റെയിൽവേ അധികൃതരുടെ വാദം. എന്നാൽ പാമ്പ് കടിച്ചത് തന്നെയാണെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. പിറവത്ത് ജോലി ചെയ്യുന്ന ഇയാൾ ഭാര്യയ്ക്കൊപ്പം നാട്ടിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം. റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങി. 24 കോട്ടയം. പൂർണ്ണ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്ന നവജാത ശിശു മരിച്ചു. പുതുപ്പാടി സ്വദേശി ഗിരീഷ് ബിന്ദു ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. ഗൈനക്കോളജി ഡോക്ടർ ഇല്ലാത്തതിനാൽ കുട്ടി പുറത്തേക്ക് വരാതിരിക്കാൻ അടിവസ്ത്രം ഉപയോഗിച്ച് കെട്ടിയതോടെ കുട്ടിയുടെ തലയ്ക്ക് ക്ഷതമേറ്റിരുന്നു. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട വാർത്ത 24 പുറത്തുവിട്ടതിന് പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. കഴിഞ്ഞ 4 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന കുട്ടി ഇന്നലെ പുലർച്ചെയാണ് മരിച്ചത്. പുതുപ്പാടി സ്വദേശികളായ ഗിരീഷ് ബിന്ദു ദമ്പതികളുടെ നവജാത ശിശുവാണ് മരിച്ചത്. കഴിഞ്ഞ ഡിസംബർ 13 രാത്രിയാണ് ബിന്ദുവിനെ പ്രസവവേദനയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ഗൈനക്കോളജി ഡോക്ടർ ഇല്ലെന്ന കാരണത്താൽ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചു. ഇതിനിടെ കുഞ്ഞു പുറത്തേക്ക് വരാൻ തുടങ്ങി. എന്നാൽ വേണ്ടത്ര ചികിത്സ നൽകാതെ അടിവസ്ത്രം ഉപയോഗിച്ച് കുഞ്ഞു പുറത്തേക്ക് വരാതെ കെട്ടിയെന്നും ആരോപണമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവം നടന്നെങ്കിലും കുട്ടിയുടെ തലയ്ക്ക് ക്ഷതമേൽക്കുകയായിരുന്നു. തുടർന്നാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത്. താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് കുടുംബം പറയുന്നു. 24 വാർത്ത നൽകിയതോടെ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു. എന്നാൽ ഇതുവരെയും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. 24 കോഴിക്കോട്. ചെന്നൈ മുത്താപുതുപ്പേട്ടിൽ ജ്വല്ലറി ഉടമയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി 1.5 കോടി രൂപയുടെ സ്വർണം കവർന്നു. കാറിലെത്തിയ 4 അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ. പോലീസ് അന്വേഷണം തുടങ്ങി. ആവടിക്ക് സമീപം മുത്താപുതുപ്പേട്ടിലെ കൃഷ്ണ ജ്വല്ലറിയിൽ നിന്നാണ് 1.5 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. കടയുടമയായ പ്രകാശിനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി കൈകാലുകൾ ബന്ധിച്ച ശേഷമാണ് മോഷണം നടത്തിയത്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാറിലെത്തിയ 4 അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ. സംഭവത്തിൽ മുത്താപുതുപ്പേട്ട് പോലീസ് കേസെടുത്തു. 5 സ്ക്വാഡുകൾ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായി ആവടി ഡെപ്യൂട്ടി കമ്മീഷണർ ഐമൻ ജമാൽ പറഞ്ഞു. കവർച്ചയ്ക്ക് ഉപയോഗിച്ച വാഹനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 ചെന്നൈ. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകർക്കുള്ള യാത്രാ നിരക്ക് നിശ്ചയിച്ചു. കരിപ്പൂർ വഴിയുള്ള തീർത്ഥാടകർ ഇത്തവണയും മറ്റുള്ളവരെക്കാൾ അധികം രൂപ നൽകണം. തുടർച്ചയായുള്ള നിരക്ക് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ഹജ്ജ് യാത്രാ നിരക്ക് നിശ്ചയിച്ചുകൊണ്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം കരിപ്പൂർ വഴി പോകുന്നവർ നൽകേണ്ടത്
3,73,000 രൂപയാണ്. കൊച്ചി വഴി പോകുന്നവർ 3,37,100 രൂപയും കണ്ണൂർ വഴി പോകുന്നവർ 3,38,000 രൂപയും നൽകണം. കരിപ്പൂർ വഴി പോകുന്നവർ മറ്റുള്ളവരെക്കാൾ 35,000 രൂപയാണ് അധികമായി നൽകേണ്ടി വരുന്നത്. വിമാന നിരക്കിലെ വ്യത്യാസമാണ് വർധനവിന് കാരണം. കരിപ്പൂരിൽ നിന്നും പോകുന്ന ഹജ്ജ് യാത്രക്കാരിൽ നിന്നും മാത്രം ഈ അമിത നിരക്ക് ഈടാക്കുന്നതിനെതിരെ മുൻകാലങ്ങളിൽ പ്രതിഷേധം ശക്തമായിരുന്നു. തുടർന്ന് 40,000 രൂപയോളം വിമാന നിരക്കിൽ ഇളവ് വരുത്താൻ എയർ ഇന്ത്യ തയ്യാറായിരുന്നു. തുടർച്ചയായുള്ള വർഷങ്ങളിലെ നിരക്ക് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാണ്. 24 മലപ്പുറം. ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഉള്ളടക്കത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കാം എന്ന് ഹൈക്കോടതി. അടിയന്തരമായി പരിശോധിക്കാൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകി. മലയാളം 6ാം സീസൺ സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. മോഹൻലാലിനും ഡിസ്നി ഹോട്ട്സ്റ്റാറിനും എൻഡമോൾ ഷൈനും നോട്ടീസ് നൽകി. അഭിഭാഷകനായ ആദർശ് എസ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഈ മാസം 25-ന് ഹർജി വീണ്ടും പരിഗണിക്കും. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലുള്ളവർ സുരക്ഷിതരെന്ന കപ്പലിലുള്ള മലയാളി യുവതി ആൻറ്റസിയുമായി ഫോണിൽ സംസാരിച്ചതായി ആൻറ്റസിയുടെ പിതാവ് ബിജു ഇബ്രഹാം. ഫോൺ പിടിച്ചെടുത്തതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളില്ല, താൻ സുരക്ഷിതയെന്ന് ആൻറ്റസ കുടുംബത്തെ അറിയിച്ചതായും ബിജു ഇബ്രഹാം പറഞ്ഞു. ആശ്വാസം വരുന്ന രീതിയിൽ എൻ്റെ മോളിപ്പോൾ കപ്പലിൽ നിന്ന് വാട്സപ്പ് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവർക്കും വീട്ടിലേക്ക് വിളിക്കാനായിട്ട് അവർ പിടിച്ചു വെച്ചിരിക്കുന്ന ഫോൺ അവർ റിലീസ് ചെയ്തു. 1 മണിക്കൂറിൽ ഫോൺ തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞാണ് എല്ലാവർക്കും ഫോൺ കൊടുത്തത്. അപ്പം ഞാൻ ബാക്കി മലയാളീസുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഏതായാലും മോൾ എന്നെ വിളിച്ചു. പിന്നെ അവൾ പറയുന്ന റീസിന് ഒരാഴ്ചക്കുള്ളിൽ എല്ലാത്തിനും തീരുമാനമാകുമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ സുരേഷുണ്ട് കോഴിക്കോട്. രാഹുൽ, എന്താണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന വിവരം? പുറത്തു വരുന്നത് ഈ കപ്പലിലുള്ള 4 മലയാളികളിൽ 2 പേര് ഇതിനോടകം തന്നെ കുടുംബത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞു. തൃശൂർ സ്വദേശിയായ ആൻറ്റസയും കോഴിക്കോട് സ്വദേശിയായ ശ്യാംനാഥുമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് കുടുംബവുമായി സംസാരിച്ചത്. ഇതിൽ തൃശൂർ സ്വദേശിയായ ആൻറ്റസയുടെ പിതാവിനോടാണ് നമ്മൾ സംസാരിച്ചത്. ആൻറ്റസയുടെ പിതാവിന്റെ ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്. ആൻറ്റസ പറയുന്നതനുസരിച്ച് ആൻറ്റസ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരും കപ്പലിൽ സുരക്ഷിതരാണ്. ഈ ഫോൺ 1 മണിക്കൂർ നേരത്തേക്കാണ് ഉപയോഗിക്കാനായി കൊടുത്തിട്ടുള്ളത്. ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും കപ്പലിൽ ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഇറാൻ സർക്കാർ ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ആൻറ്റസ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. ഒരാഴ്ച കൊണ്ട് തന്നെ ഈ കപ്പലിലുള്ള മുഴുവൻ ആളുകളുടെയും മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയും ആൻറ്റസ കുടുംബവുമായി പങ്കുവച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ നിമിഷത്തിൽ, അതായത് കപ്പൽ പിടിച്ചെടുത്ത് 2ാം ദിവസമാകുമ്പോൾ ആശ്വാസ വാർത്തയാണ് പുറത്തു വരുന്നത്. ഉന്മേഷ്. രാഹുൽ സുരേഷാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. ഇതോടെ വാർത്താമഴ പൂർത്തിയാകുന്നു.